അസ്സലാമു അലൈക്കും. സൂറത്തുൽ ഹൂദ് 11ാമത്തെ സൂറത്താണ് ഇത്. ഇത് നമുക്ക് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊക്കെ ഒരുപാട് മനസ്സിൽ മുറാദുകളുണ്ടാവും. അതൊക്കെ നമുക്ക് വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്തിന് 13 പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് തന്നെയായാലും ആ ഒരു ഹാജത്ത് വീടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിനെ കൂടുതൽ ഓതിയാൽ നിങ്ങൾക്ക് അറിവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ വരാറില്ലേ? അപ്പോൾ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ അധികമായിട്ട് ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുള്ള അറിവിനെ ലഭിക്കും. ഇനി യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സൂറത്തുൽ ഹൂദിലെ 41ാമത്തെ ആയത്തിനെ യാത്രയിൽ ഓതിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ആ യാത്രയിൽ ഉണ്ടാകുകയുമില്ല. മറ്റൊന്ന്, ഇതേ സൂറത്തിൽ തന്നെ 56, 57 എന്നീ ആയത്തുകളെ സുബഹയ്ക്ക് മുമ്പും അതുപോലെ മഹരിബിന് ശേഷവും അധികമായി ഓതിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പല അത്ഭുതങ്ങളും കാണാം. അത് നിങ്ങൾ ദിവസേന ആ ആയത്ത് എടുത്ത് ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്ഭുതം നിങ്ങൾ തന്നെ കണ്ടറിയേണ്ടതാണ്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളം തെളിയാൻ ഇതേ സൂറത്തിൽ തന്നെ 112ാമത്തെ ആയത്തിന് ളുഹർ നിസ്കാരത്തിന് ശേഷവും 11 പ്രാവശ്യം നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളം തെളിഞ്ഞു കിട്ടും. പല പ്രയാസങ്ങളായിട്ട് നമ്മൾ കഴിയുന്ന സമയത്ത് ഈ ഒരു ആയത്തിനെടുത്തിട്ട് ഓതുകയാണെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, മനസ്സിന് സമാധാനമൊക്കെ കൈവരും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക.